നമസ്കാരം. ജ്യോതിഷ വിചാരത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ധാരാളം കത്തുകളൊക്കെ നമുക്ക് വരുന്നുണ്ട്. കുറച്ച് കത്തുകൾ ഇന്നങ്ങ് എടുക്കാം. പക്ഷേ നിങ്ങൾക്ക് ഇപ്പോഴും വാട്സപ്പ് ചെയ്യാം. നമ്പർ 9446133100. ഇന്ന് ആരോടൊക്കെയാണ് സംസാരിക്കുന്നതെന്ന് നോക്കാം. ഒരു കത്ത് നമുക്ക് വന്നിട്ടുണ്ട്. അത്യാവശ്യമായിട്ടൊന്ന് മറുപടി തരുമോ എന്നൊക്കെ ചോദിച്ചിട്ടാണ് ഈ കത്ത് അയച്ചിട്ടുള്ളത്. എൻ്റെ മകളുടെ ജാതകം ഞാൻ പലരെ കാണിക്കുമ്പോൾ വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണ് പലരും ഞങ്ങളോട് പറയുന്നത്. പ്രത്യേകിച്ച് ചൊവ്വാദോഷത്തെ പറ്റിയാണ് അപ്രകാരം വ്യത്യസ്തമായൊരു അഭിപ്രായം വന്നിട്ടുള്ളത്. കുറച്ച് പേർ പറയും ചൊവ്വാദോഷമുണ്ടെന്ന്, എന്നാൽ മറ്റ് കുറച്ച് പേർ ചൊവ്വാദോഷമില്ല എന്ന് പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ വ്യത്യസ്തമായൊരു അഭിപ്രായം പലരുടെ ഭാഗത്ത് നിന്ന് പല രീതിയിൽ ഉണ്ടാകുന്നത്? താങ്കളൊന്ന് നോക്കിയിട്ട് മോളുടെ ജാതകം എടുത്ത് നോക്കിയിട്ട് മറുപടി തരും എന്ന് പ്രതീക്ഷിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ കത്ത് വന്നിട്ടുള്ളത്. ചൊവ്വാദോഷം കൊണ്ട് വിവാഹം നടക്കുന്നില്ല എന്നൊക്കെ കുറേ എഴുതിയിട്ടുണ്ട് കേട്ടോ. ചൊവ്വാദോഷം കൊണ്ടാണ് വിവാഹം നടക്കാത്തത്, ഭർത്താവ് മരണപ്പെട്ടു പോകും എന്നൊക്കെ ചിലർ പറയുന്നു. അതിൽ വല്ല സത്യവുമുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് കുറേ സംശയങ്ങളുമായിട്ടാണ് നമുക്ക് ഈ ഒരു കത്ത് വന്നിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ഈ ജ്യോതിഷത്തെ ഏറ്റവും കൂടുതൽ ട്രോളുന്നതിൽ ഒന്ന് ചൊവ്വാദോഷമാണ്. പലപ്പോഴും പേരൻസിനൊക്കെ ഏറ്റവും വലിയൊരു ടെൻഷനും ചൊവ്വാദോഷത്തെ പറ്റിയാണ്. നമ്മൾ പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുള്ള കാര്യമാണ് ചൊവ്വാദോഷം ഭയപ്പെടേണ്ട ഒരു കാര്യമാണ്, ചൊവ്വയ്ക്കറിയില്ല ഇവിടെ ചൊവ്വാദോഷമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ട്രോളുകളൊക്കെ നമ്മൾ ധാരാളമായി കാണുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ സ്ത്രീ ജാതകത്തിൻ്റെ 7ലോ 8ലോ ചൊവ്വ നിൽക്കുന്നതിനെയാണ് ജ്യോതിഷത്തിൽ ചൊവ്വാദോഷം എന്ന് പറയുന്നത്. പുരുഷ ജാതകത്തിൽ 7ാം ഭാവത്തിൽ നിൽക്കുന്ന ചൊവ്വയാണ് ചൊവ്വാദോഷം എന്ന് പറയുന്നത്. അങ്ങനെ ചിന്തിക്കുമ്പോൾ മോളുടെ ജാതകത്തിൽ ശരിക്കും 8ാം ഭാവത്തിൽ ചൊവ്വയുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. കാരണം ജാതകം എടുക്കുമ്പോൾ 8ലാണ് ചൊവ്വയുള്ളത്. പക്ഷെ ജ്യോതിഷത്തിൽ മറ്റൊരു പദ്യമുണ്ട്. ചതുസപ്തമാഷ്ടമകേ ഭൗമേ മേഷകർക്ക അളിനക്രകേ യഥാരാശോ ശുഭം പ്രോക്തം കുജദോഷോ ന വിദ്യതേ എന്നൊരു പദ്യമുണ്ട്. അതായത് മേടത്തിലും ചതുസപ്തമ അഷ്ടമകേ ഭൗമി 4ലോ 7ലോ 8ലോ 12ലോ ഒക്കെയാണ് ചൊവ്വയെങ്കിലും മേഷ കർക്ക അളി നക്രകേ അത് മേടത്തിലോ കർക്കടകത്തിലോ വൃശ്ചികത്തിലോ മകരത്തിലോ ആണെങ്കിൽ യഥാരാശോ ശുഭം പ്രോക്തം കുജദോഷോ ന വിദ്യതേ ആ രാശികളിൽ ശുഭകരമാണ്, ചൊവ്വാദോഷം ചിന്തിക്കേണ്ടുന്ന ഒരു ആവശ്യമില്ല എന്ന് ജ്യോതിഷത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ മോളുടെ ജാതകത്തിൽ ഇവിടെ ചൊവ്വ നിൽക്കുന്നത് 8ലാണെങ്കിലും അത് മേടരാശിയിൽ നിൽക്കുന്ന ചൊവ്വയാണ്. മേടരാശിയിൽ നിൽക്കുമ്പോൾ ചൊവ്വ സ്വക്ഷേത്ര ബലവാൻ എന്ന് പറയുന്നൊരു അവസ്ഥയാണ് ജ്യോതിഷത്തിൽ പറയുന്നത്. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ജാതകത്തിൽ ചൊവ്വയുടെ ദോഷം ചിന്തിക്കേണ്ടുന്ന ഒരാവശ്യവുമില്ല എന്ന് ജ്യോതിഷത്തിൽ തന്നെ പറയുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ദയവായി അങ്ങനത്തെ ടെൻഷൻ മാറ്റുക. അങ്ങനെ ചിന്തിക്കേണ്ടുന്നൊരു കാര്യം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കുക, ഈ ചൊവ്വാദോഷമുണ്ടെങ്കിൽ ഭർത്താവ് അങ്ങ് മരിച്ചു പോകും എന്നൊക്കെ പറയുമ്പോൾ അത് സാധാരണക്കാരായിട്ടുള്ള ആളുകളെയൊക്കെ വല്ലാണ്ട് ഭയപ്പെടുത്തും. കാരണം ഒരു ഗ്രഹനിലേക്ക് എടുക്കുമ്പോൾ അയ്യോ മോൾക്ക് ചൊവ്വാദോഷമുണ്ട്, 3 ചൊവ്വാദോഷമുണ്ട് എന്ന് പറയുമ്പോൾ ഇത് കേൾക്കുമ്പോൾ തന്നെ ഭയങ്കരമായിട്ട് നമ്മൾ വല്ലാണ്ടായി പോകും. കാരണം എന്താ വെച്ചാൽ എല്ലാവരും ജീവിക്കുന്നത് കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കാനല്ലേ. അപ്പോൾ ഭർത്താവ് മരിച്ചു പോകും, ഭാര്യ മരിച്ചു പോകും എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടൊരു പേടിയുണ്ടാവും. അങ്ങനെ പേടിക്കേണ്ടുന്നൊരു കാര്യമല്ല. ഇപ്പോൾ ചൊവ്വാദോഷം ഈ പറയുന്ന പോലെ ഉണ്ടെങ്കിൽ പോലും അതിന് പരിഹാരം പറയുന്നത് മറ്റ് മന്ത്രവാദമോ ദുർമന്ത്രവാദമോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമല്ല. നമുക്ക് തിരഞ്ഞെടുക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ്. അതായത് 7ലോ 8ലോ ചൊവ്വയോ ഏതെങ്കിലും പാപഗ്രഹങ്ങളോ നിൽക്കുന്ന ഒരു സ്ത്രീ ജാതകത്തിന് 7ാം ഭാവത്തിൽ തന്നെ ചൊവ്വയോ പാപഗ്രഹങ്ങളോ നിൽക്കുന്ന ഒരു പുരുഷ ജാതകം എടുക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാതെ അതിലൊരു കാര്യവുമില്ല, ഭയപ്പെടേണ്ടുന്നൊരു കാര്യവും അതിലില്ല. മാത്രമല്ല ഈ ട്രോളന്മാർ ചോദിക്കുന്ന പോലെ ചൊവ്വയ്ക്കറിയില്ല ഇവിടെ ഇങ്ങനെ ചൊവ്വാദോഷമുണ്ട് എന്ന് പറയുന്നത് മറ്റൊരു തരത്തിൽ സത്യമാണ്. കാരണം ഈ ചൊവ്വാദോഷം എന്ന് പറയുന്നത് സ്വഭാവ രീതികളെ പറ്റിയുള്ള ഒരു കാര്യമാണ് പറയുന്നത്. കാരണം 7ലോ 8ലോ ചൊവ്വയുള്ള ആളുകൾ കുറച്ച് അഗ്രസീവായിട്ട് പെരുമാറുന്നവരായിരിക്കും, കുറച്ച് ദുരഭിമാനികളായിരിക്കും, പെട്ടെന്ന് പ്രതികരിക്കുന്നവരായിരിക്കും, ഏത് സാഹചര്യത്തിലും അവരുടേതായ തീരുമാനങ്ങൾ എടുക്കണമെന്ന് ശാഠ്യം പിടിക്കുന്നവരായിരിക്കും. അങ്ങനെ കുറേയേറെ കാര്യങ്ങൾ അവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അപ്പോൾ ആ സ്വഭാവ രീതികൾക്ക് പറ്റുന്ന തരത്തിലുള്ള ഒരു ജീവിത പങ്കാളി അവർക്ക് വരണം എന്നുള്ളത് മാത്രമാണ് ജ്യോതിഷത്തിൽ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ മറ്റൊരു കാര്യവും അതിലില്ല. നിങ്ങൾ ആശങ്കപ്പെടേണ്ട കാര്യമില്ല. ഇപ്പം എന്തുകൊണ്ടാണ് അങ്ങനെ പരസ്പര വിരുദ്ധമായി പറഞ്ഞത് എന്ന് മനസ്സിലാക്കിയെന്ന് കരുതുന്നു. പ്രിയപ്പെട്ട ഹരിസാർ അറിയുന്നതിനെന്നൊക്കെ പറഞ്ഞിട്ടാണൊരു മെസ്സേജ്, ഒരു കത്ത് വന്നിട്ടുള്ളത്. ഞാൻ ക്രിസ്ത്യനാണ്, അതുകൊണ്ട് പൂജയൊന്നും പറയരുത്. ഇവിടെ പൂജ പറച്ചിലേ ഇല്ല. നമ്മുടെ പ്രോഗ്രാം ഡെയിലി ഇരുന്ന് കാണാറില്ലെന്ന് തോന്നുന്നു കേട്ടോ. ഇനി ഫൈൻ അടിക്കും പൂജ പറയരുതെന്നൊക്കെ പറഞ്ഞിട്ട് ഈ കത്ത് വന്നിട്ടുണ്ട്. എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഈ ഒരു അമ്മയാണ്, അമ്മയുടെ വീടിൻ്റെ ഒരു മുറിയൊക്കെ ഇപ്പോൾ ഇറക്കിയിട്ട് അതിൽ കക്കൂസ് പണിഞ്ഞ ഭാഗം കന്നിമൂലയ്ക്കാണ് എന്ന് പറയുന്നു. അതിൽ വല്ല സത്യമുണ്ടോ? അതുകൊണ്ട് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നും വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമെന്നും പറയുന്നു. മാത്രമല്ല ഞങ്ങൾക്ക് കുറച്ച് സ്ഥലം മാത്രമേ ഉള്ളൂ,
4 സെൻറ്റ് സ്ഥലമേ ഉള്ളൂ, വേറെ ഒരു സ്ഥലത്തും ഇത് നിർമ്മിക്കാനുള്ള സാഹചര്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ അയച്ചിട്ടുണ്ട്. എൻ്റെ മകനെ കൊണ്ടാണെന്ന് പറഞ്ഞ് വരപ്പിച്ച് കിഴക്ക് പടിഞ്ഞാറൊക്കെ അടയാളപ്പെടുത്തി കക്കൂസിൻ്റെ ഭാഗമൊക്കെ അടയാളപ്പെടുത്തിയൊക്കെ വന്നിട്ടുണ്ട്. അമ്മയെ ശരിക്കും പറഞ്ഞാൽ ഈ വരച്ച് അയച്ചു തന്ന കാര്യം നോക്കുമ്പോൾ ഇത് കന്നിമൂല എന്ന് വെച്ചാൽ തെക്ക് പടിഞ്ഞാറേ മൂലയ്ക്കാണ് ഈ കന്നിമൂല എന്ന് പറയുന്നത്. നിങ്ങൾ കിഴക്കടയാളപ്പെടുത്തിയിരിക്കുന്നത് വെച്ച് നോക്കുമ്പോൾ തെക്ക് പടിഞ്ഞാറേ മൂലയ്ക്കല്ല നിങ്ങളുടെ വീട്ടിൽ ആ ബാത്റൂം വന്നിട്ടുള്ളത്. കാരണം അത് അമ്മയ്ക്ക് തന്നെ ഒന്ന് നോക്കാവുന്നേ ഉള്ളൂ. അമ്മ ഒന്ന് മനസ്സിലാക്കുക, അതായത് തെക്ക് ഭാഗവും പടിഞ്ഞാറ് ഭാഗവും കൂടി കൂട്ടിമുട്ടുന്ന മൂല എന്ന് പറഞ്ഞാൽ മൂല മാത്രമല്ല, ഇതിനെ അതായത് ഈ മൊത്തത്തിൽ നിങ്ങളുടെ വീടിൻ്റെ ഒരു വിസ്തീർണത്തെ 12ആയി ഭാഗിക്കുമ്പോൾ അതിൽ ഈ പറയപ്പെട്ട സ്ഥാനത്ത് വന്നിട്ടുള്ള ഒരു ഭാഗം അതെത്ര വലിപ്പമുണ്ടോ ആ ഭാഗത്തെയാണ് ഈ കന്നിമൂല എന്ന് പറയുന്ന ഒരു കാര്യം. ഇതിലിപ്പോൾ ശരിക്കും അമ്മ അയച്ച ഒരു കാര്യത്തിൽ, അമ്മയോട് ആരോ പറഞ്ഞ് ഭയപ്പെടുത്തിയ ഒരു കാര്യത്തിൽ ശരിക്കും അങ്ങനത്തെ ഒരു കന്നിമൂല എന്ന തരത്തിൽ പറയാവുന്നൊരു ഭാഗത്തല്ല നിങ്ങളുടെ ഈ കക്കൂസ് എന്ന് നിങ്ങളിപ്പോൾ വരച്ചിട്ട് എഴുതിയത് വന്നിട്ടുള്ളത്. അപ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങളുടെ വീടിൻ്റെ ആ പൊസിഷൻ വെച്ചിട്ട് നമുക്ക് ആരെയും വിളിച്ചുകൊണ്ടൊന്നും കാണിക്കണ്ട. അമ്മയ്ക്ക് അത്ര വിശ്വാസമുള്ള ആളാണെങ്കിൽ മൊബൈലിൽ കോമ്പസ് എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്, അതങ്ങോട്ട് ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് അത് നല്ല നിരപ്പുള്ളൊരു പ്രതലത്തിൽ അങ്ങോട്ട് വയ്ക്കുക. ഇങ്ങനെ കുഴിയും അങ്ങനത്തെ ഉള്ളിടത്തൊന്നും വെക്കരുത്, നിരപ്പുള്ളിടത്ത് വയ്ക്കുക. വെക്കുമ്പോൾ അതിൽ നോർത്ത് എവിടെയാണെന്ന് കാണിക്കും, എങ്ങോട്ടാണ് നോർത്തെന്ന് കാണിക്കും. അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഇപ്പുറത്ത് ആ പടിഞ്ഞാറേ മൂലഭാഗം വരുന്നതാണ് കന്നിമൂല എന്ന് പറയുന്നത്. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് തന്നെ കണ്ടെത്താവുന്നതേ ഉള്ളൂ. ചിലപ്പോൾ നമ്മൾ ഈ കിഴക്കെന്ന് ചിന്തിച്ച് വയ്ക്കുന്നത് കറക്റ്റ് കിഴക്കാകണമെന്നൊന്നുമില്ല. ചിലപ്പോൾ ചരിഞ്ഞൊക്കെ ആയിരിക്കും കിഴക്ക് വരിക. അതിപ്പോൾ ഈ കോമ്പസ് വെച്ച് നോക്കിയാൽ നമുക്കതിൻ്റെ അതിനകത്ത് എനിക്ക് തോന്നുന്നു നോർത്ത് മാത്രമല്ല ഈസ്റ്റെല്ലാം കൃത്യമായി അടയാളപ്പെടുത്തിയിട്ടുള്ള കോമ്പസുകളൊക്കെ ഇന്ന് ഫോണിൽ ഉണ്ട്. നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ചില ഫോണുകളിലൊക്കെ ഇൻബിൽഡായിട്ടൊക്കെ തന്നെയും അത് വരുന്നുണ്ട്. അതുകൊണ്ട് അത് നമുക്ക് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ നോക്കുക, അല്ലാണ്ട് ആരോ പറഞ്ഞത് കേട്ടിട്ട് അമ്മ അത് വിഷമിക്കേണ്ട. ഇത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, അമ്മേ, നമ്മളെപ്പോഴും വാസ്തുവിലെ എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ട് നമുക്കൊരു വീട് വെക്കുക എന്ന് പറയുന്നത് സാധ്യമുള്ള കാര്യം അല്ല. കാരണം പല നിയമങ്ങളും ഏക്കർ കണക്കിന് വസ്തുവുള്ള സമയത്ത് അവിടെ വീട് വെക്കുന്നതിന് വേണ്ടി ചിട്ടപ്പെടുത്തിയിട്ടുള്ളതാണ്. ഇപ്പം നിങ്ങൾ വളരെ 4.5 സെൻറ്റ് വസ്തു അല്ലെങ്കിൽ 4 സെൻറ്റ് വസ്തു ഉള്ള ആളുകൾ നിങ്ങൾ വീട് വെക്കേണ്ടി വരുമ്പോൾ വാസ്തുവിലെ എല്ലാ നിയമങ്ങളും നമുക്ക് പാലിക്കാൻ സാധ്യമല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മളങ്ങ് ഇഗ്നോർ ചെയ്യുകയോ വിട്ടുവീഴ്ച ചെയ്യുകയോ ചെയ്യണം. അത് മാത്രമേ നടക്കുകയുള്ളൂ. അത് നമുക്ക് എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ട് ഇന്നത്തെ കാലത്ത് വീട് വെക്കുക എന്ന് പറയുന്നത് ഒട്ടും സാധ്യമുള്ളൊരു കാര്യമല്ല. അതുകൊണ്ട് അമ്മ അങ്ങനെ പ്രയാസപ്പെടുകയും ചെയ്യരുത്. ഇനിയിപ്പോൾ കന്നിമൂലയ്ക്കാണ് കക്കൂസെങ്കിൽ പോലും നമ്മളുടെ സ്ഥലപരിമിതി ഉണ്ടല്ലോ, നമുക്ക് കുറച്ച് സ്ഥലമല്ലേ ഉള്ളൂ. ആ സ്ഥലത്ത് നമുക്ക് എങ്ങനെയാണ് ഈ നിയമം പാലിക്കാൻ കഴിയുക? നിങ്ങൾക്ക് മറ്റൊരാളുടെ പറമ്പിൽ കൊണ്ടുവന്നിട്ട് ഇത് വെക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ പിന്നെ നിങ്ങൾ അത്തരമുള്ള ചിന്തകളും അത്തരമുള്ള ടെൻഷനും പോലും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അപകടകരമാണ്. അതുകൊണ്ട് അത്തരം ടെൻഷനൊക്കെ ഒന്ന് മാറ്റിവെച്ചിട്ട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കൂടുതലായി ചിന്തിക്കാൻ നോക്കുക. ഇല്ലെങ്കിൽ അത് അമ്മേനെ കുറച്ചൊരു വിഷമത്തിലാക്കും. ടെൻഷൻ അടിക്കാതിരിക്കുക, ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക. തീർച്ചയായിട്ടും അമ്മ ഈ മനസ്സിൽ നിന്ന് അമ്മയുടെ ഈ പ്രയാസങ്ങൾ കന്നിമൂലയ്ക്കാണ് എന്നുള്ള തരത്തിലുള്ള ചിന്തകൾ ഒന്ന് മാറ്റിയാൽ തന്നെ അമ്മയ്ക്ക് അവിടെ വളരെ സമാധാനത്തോടു കൂടി ജീവിക്കുന്നതിന് സാധിക്കും. പക്ഷെ മറ്റ് ചിന്ത മനസ്സിൽ കിടന്നാൽ നമുക്ക് നാളെ കാല് തട്ടിയാലും പനി വന്നാലും ജലദോഷം വന്നാലും എന്ത് വന്നാലും അതാണെന്ന് തോന്നും. ശ്രദ്ധിക്കുക. ഇന്നത്തെ ജ്യോതിഷ വിചാരം ഇവിടെ പൂർണ്ണമാവുകയാണ്. ജ്യോതിഷ വിചാരത്തിലേക്ക് നിങ്ങൾക്ക് കത്തുകൾ അയക്കാം. കത്തുകളിൽ നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും സംശയങ്ങളും വിമർശനങ്ങളും എല്ലാം ഞങ്ങളെ എഴുതി അറിയിക്കാം. കത്തുകളിൽ ഫോൺ നമ്പർ വയ്ക്കാൻ മറക്കേണ്ട. വാട്സപ്പിലൂടെയും നിങ്ങൾക്ക് സംശയങ്ങൾ ഞങ്ങളോട് ചോദിക്കാം. വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ 9446133100. കത്തുകൾ അയക്കേണ്ട വിലാസം സൂര്യ TV, ഹെവൻലി പ്ലാസ, സിവിൽ ലൈൻ റോഡ്, വാഴക്കാല, പിൻകോഡ് 682021. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.